ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തൃശ്ശൂരുകാരുടെയൊക്കെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള കോഴിക്കാലാണ് കേട്ടോ. കോഴിക്കാൽ എന്നാണ് പേരെങ്കിലും ഈ ഒരു റെസിപ്പിക്ക് കോഴിയൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കോഴിയില്ലാത്ത കോഴിക്കാൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് അറിയണമല്ലോ. ആദ്യം തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 കഷ്ണം കപ്പയാണ് കേട്ടോ. കപ്പ പൊളിച്ച് നുറുക്കി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അത് നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഈ കപ്പ ഈ ഒരു പച്ചയ്ക്ക് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത് ഒന്ന് വേവിച്ചിട്ടാണ് കേട്ടോ. ഒന്ന് വേവിച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോഴേക്കും അതിനകത്ത് സ്റ്റാർച്ചൊക്കെ പോയി നമുക്ക് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏറെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇനി കുറച്ച് സമയം ഒന്ന് വെച്ച് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് ആ വെള്ളം തിളച്ച് വരുവേ. ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ 3 കഷ്ണം കപ്പയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു കപ്പ ഒന്ന് മുങ്ങി നിൽക്കുന്ന പരുവത്തിന് വെള്ളം ഉണ്ടാവണേ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അതിട്ടൊന്ന് ഒരു 2-3 മിനിറ്റോളം നമ്മളൊന്ന് ബോയിൽ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വരുമ്പോഴേക്കും അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ ആ വെന്ത് വരുന്ന പരുവത്തിൽ നമുക്ക് എടുത്ത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണേ. ഇനി ആ കപ്പയുടെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോഴേക്കും ഇതുപോലെ നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ നമ്മളൊന്ന് ഡ്രെയിൻ ചെയ്ത ശേഷമാണ് ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കോഴിക്കാൽ പ്രിപ്പറേഷനുള്ള മാവ് തയ്യാറാക്കൽ ചടങ്ങാണ് കേട്ടോ. അതിനായിട്ട് നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഒരു 2.5 ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ആയിട്ടേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഒരുപാട് അങ്ങ് ലൂസായാൽ നമ്മുടെ ആ ഒരു കോഴിക്കാലിൻ്റെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരുപാട് അങ്ങ് ലൂസും അല്ല ഒരുപാട് അങ്ങ് ടൈറ്റും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ മാവ് എടുക്കാനായിട്ട് കേട്ടോ. ഇനി അതിലേക്ക് ആ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കപ്പ കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പതിയെ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കപ്പയൊക്കെ ഒടിഞ്ഞു പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അത് പെർഫെക്റ്റ് ആയിട്ടാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ കുറച്ച് മാവെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മാവൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമ്മളൊരു 1 മണിക്കൂറോളം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എത്രയോ നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടോ അത്രയും നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു മാവ് നമ്മളൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഭാഗം ഒന്ന് നീട്ടത്തിൽ വരും. അങ്ങനെയാണെങ്കിലല്ലേ നമ്മുടെ ആ ഒരു കോഴിക്കാലിൻ്റെ ഷേപ്പ് വരുള്ളൂ. ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തെടുത്ത് വേണം നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനേ. ഇനി അത് കുറച്ച് കൂടുതൽ സമയമായിട്ടൊന്ന് വേവിച്ചാൽ മാത്രമേ അത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. കപ്പയായതുകൊണ്ട് തന്നെ നല്ലതുപോലെ വെന്ത് വന്നാൽ മാത്രമേ അത് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ മാവും കൂടി ഒഴിക്കുന്നത് കൊണ്ടും അതും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കുന്നത് കൊണ്ടും അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേകാനായിട്ട് കുറച്ച് താമസം എടുക്കും കേട്ടോ. അപ്പം നല്ലതുപോലെ ആ ഒരു എണ്ണയിലിട്ടൊന്ന് കുക്ക് ചെയ്ത ശേഷം മാത്രമേ അത് കോരിയെടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അങ്ങനെ ആ മുഴുവൻ മാവും അതുപോലെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള ചെറിയ റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.